അതൊന്നും എനിക്കറിയണ്ട. വണ്ടി ചാടി കയറി. ചെരുപ്പ് ആരും എഴുതോണ്ട് വരും. ചെരുപ്പ് വേണ്ടേ? ഇരിക്കി. ഒരു കാര്യം ചെക്ക് ചെയ്യും, എപ്പോൾ വണ്ടി തുറക്കും. വണ്ടി കയറ്റി ഇരുത്തുകയും ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെയുണ്ട് വീട്ടില്? ഞാൻ വീട്ടിൽ ആരും ഇല്ലാത്ത സാധാരണക്കാരനെ തപ്പുന്നു. ഒന്നുമില്ലാത്ത ഒന്നും കിട്ടണ്ട, കണ്ടാ മതി. അതാണ് ഇപ്പൊ കണ്ടില്ലേ? അതാണ്. ഓക്കെ വെള്ളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ഓക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫോളോവർ ആണ് എന്റെ ബ്രോഡ്കാസ്റ്റ് ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ അടുത്തത് എത്ര ലൈക്ക് അടിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം. എന്റെ പൊന്നോ, ചില്ലറ ലൈക്ക് ഒന്നും അല്ല, ഇഷ്ടം പോലെ ലൈക്ക്. തീർച്ചയായിട്ടും വെള്ളമല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ. ഞാൻ ഇങ്ങനെയൊക്കെ പറയും. ഇപ്പൊ വീട്ടില് വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, സ്വന്തം വീടും ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ഏതെങ്കിലും സാധാരണക്കാരന് കൊടുക്കുന്നതല്ലേ നല്ലത്? സമ്മതമല്ലേ? സമ്മതം. സരിതയുടെ പേരിൽ ഞാൻ ഇതിലൊരു പ്രൊഡക്റ്റ് ഒരിടത്ത് കൊടുക്കാൻ പോകും. പാവപ്പെട്ട പിടിച്ചിട്ട് ചേച്ചി ഞങ്ങളുടെ വീട് അടുത്തുണ്ട്. ആ ചേച്ചി ഒന്നുമില്ലാത്ത വീടാണ്. ഒന്നുമില്ലാത്ത വീട്. ഉറപ്പാ അവര് TV അടിക്കണമെന്ന് പറഞ്ഞു നടക്കുക. സരിതയുടെ ആഗ്രഹം, അടുത്ത വീട്ടിലൊരു ചേച്ചിയുടെ വീട്ടിൽ ഒരു സാധനങ്ങളും ഇല്ല, പുള്ളിക്കാരുടെ വീട്ടിലെല്ലാം ഉണ്ട്, സ്വന്തം വീടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വീട്ടിലേക്ക് പോകാൻ വേണം. ഓക്കെ പോ, ശരി ബാബുവാ. എന്റെ പൊന്നോ, ഞാൻ വണ്ടിയിൽ നിന്ന് കുലുങ്ങി ബാക്കിയിരുന്നു, എന്റെ തലയെല്ലാം കൂടെ കറങ്ങുന്നു. അപ്പം ആദ്യ സരിത, ഞങ്ങൾ ഇലക്ട്രോണിക് ഷോറൂമിൽ നിന്ന് വരുന്നു. അവിടെ ഏതെങ്കിലും പഴയ സാധനം ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ ഞങ്ങൾ അതെടുത്തിട്ട് ഞങ്ങൾ അവിടെ ഒരു കലാപത്തുണ്ടാക്കും. ഈ വീട്ടിൽ എന്തൊക്കെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV ശരിയാക്കാനായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ റിപ്പയർ ചെയ്ത് തരാം ഫ്രീ ആയിട്ട്. ഒരു സാധനങ്ങളും ഇല്ല. ഫ്രിഡ്ജിന് കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജ് വർക്ക് ചെയ്യും. പട്ടിയെ പൂട്ടിയാ മോനെ. ഇവിടെ കയറട്ടെ. ഈ ഫ്രിഡ്ജ് വർക്ക് ചെയ്യോ? തണുക്കൂ. ഇവിടെ ഇതുണ്ടോ? ഓക്കെ, അലമാര ഇതുണ്ട്, കട്ടിലുണ്ട്. കട്ടിൽ ഇത് കിടക്കത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എവിടെ കിടക്കും? തറയിൽ കിടക്കും. വേറെ അടുക്കളയിലൊന്നുമില്ല? ആണോ? ഇതെന്തോ മോട്ടോർ ഫാനൊക്കെ കിടക്കിട്ടില്ല, പൊടിച്ചിട്ടിരിക്കണല്ലോ. വേറെന്തോ ലൈറ്റ് ഫാനും ഇല്ലേ? സീലിംഗ് ഫാനും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഫാനില്ല, ഞങ്ങൾ അങ്ങനെ കിടക്കും ചൂടത്ത്. തോടത്തുള്ളത് പോലെ ഓക്കെ കൈയോട്ടി ക്ലിക്ക് കിട്ടിയതാ. ഓക്കെ, ഇതെന്തോ പിന്നെ സംഭവം? ഒന്നും ഇതിനകത്ത് ഫോട്ടോ ഒക്കെ ഒടിച്ച് വെച്ചിരിക്കുന്നു. ഇങ്ങനെയാണോ ഫോട്ടോ ഒടിച്ച് വെച്ചിരിക്കുന്നത്? ക്ലോക്ക് വർക്ക് ചെയ്യത്തില്ലല്ലോ. ശരിയാക്കാൻ പറ്റും? വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. എന്നാ പിടിച്ചു. ആ ഫാനിൻ്റെ ഇതുണ്ട്, ഇങ്ങോട്ട് കൊണ്ടോ. ഇതൊക്കെ എന്തൊരു ക്ലോക്ക് ഡേ ഇത്. ഇതൊന്നും കൊള്ളത്തില്ലടേ. ഇതൊക്കെ എന്തിനിടേ? ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാവല്ലോ. ഇതൊക്കെ എന്തിനൊക്കെ? ഇത് എന്താ ഇത്? വീട്ടില് എന്തോ ഈ ക്ലോക്കൊക്കെ എന്തിനു കൊള്ളാൻ ഉപയോഗിക്കാൻ? ഇതൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന സാധനങ്ങളാണ്. ആ ഫോൺ നോക്കി, ഒരു തല്ലിപ്പൊളി ഫോൺ, ഇതൊക്കെ എന്താ ഉപയോഗിക്കുന്നത്? അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാൻ പോലും കൊള്ളത്തില്ല. അല്ല, അതെന്തിനാ എടുത്തോണ്ട് ഏതെങ്കിലും താ. കരയില്ല, ഇങ്ങ് വാ, ഇങ്ങ് വാ. കരയുന്നത് ഇങ്ങ് വാ. അതെനിക്ക് തരുമോന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തോ വേണേലും തരാം. അതെനിക്ക് തരും. തരൂടെ, എനിക്ക് തരൂടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ 3 ഫോട്ടോയും ഈ ക്ലോക്കും ഞാൻ എടുക്കുക. ഇതിന് വില പറഞ്ഞു. വില പറ. വേണ്ട, എനിക്ക് വിലയൊന്നും വേണ്ട. ഓക്കെ, ഇതിന് ഭയങ്കര വാല്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് പൊട്ടിച്ചു, കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇത് നിങ്ങളെ സരിത വിളിച്ചോണ്ടൊന്ന് പറ്റിച്ചതാണ്. അവിടെ സരിതയ്ക്ക് ഞങ്ങളത് ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ പറഞ്ഞു സരിതയ്ക്ക് എന്ത് ആഗ്രഹം വേണമെങ്കിലും പറയാൻ പറഞ്ഞു. അപ്പോൾ സരിത പറഞ്ഞു, ഞങ്ങളെ വീട്ടിനടുത്തൊരു ചേച്ചി, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ ചേച്ചി. ആ ചേച്ചിയുടെ വീട്ടിലൊന്നുമില്ല. ആ ചേച്ചിയുടെ വീട്ടിൽ കംപ്ലൈൻ്റ് ആയ ഒരു ഫ്രിഡ്ജ് മാത്രമേ. നിങ്ങൾക്ക് TV വേണമെങ്കിൽ TV തരാം, കട്ടിൽ വേണമെങ്കിൽ കട്ടിൽ തരാം, എന്ത് വേണമെങ്കിലും ചോദിച്ചപ്പോൾ തരാം. ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. സാധാരണക്കാരൻ്റെ വീട്ടിൽ വരിക, അവരെ വീട് നിറയ്ക്കുക. അതിനാണ് ഞാൻ ഇത് പൊട്ടിച്ച. ഇത് ഞാൻ പിന്നെ സർപ്രൈസ് തരാം. ഇതെൻ്റെ ഇരിക്കട്ടെ, ഇത് ഞാൻ എടുക്കുകയാണ്. എല്ലാവരും കുറച്ച് കാര്യങ്ങളുണ്ട്. എടാ കുട്ടാ, ഓൺലൈൻ കൂടി അവളെ കരയുന്നോ? എടാ, ഞാൻ നിങ്ങൾ വീട്ടിൽ വലിയ സമ്മാനം തരാൻ വന്നത്, നിനക്ക് TV വേണ്ടേ? വാടാ വാടാ വാട പോന്നെ. ഇതിപ്പോ ഇവര് നെഗറ്റീവ് അവരെ കൊല്ലും. ഇത് ഞാൻ കിട്ടിലവാക്കി നിനക്ക് തരും. ഞാനാ പറയുന്നത്. ഫർണിച്ചർ കുന്നിക്കോട് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം എന്ന പുത്തൻ TV. ഞാൻ ദൈവത്തിനോട് ക്ഷമ വയ്ക്കും, ഞാൻ നിന്നോട് ക്ഷമ വയ്ക്കും, എന്റെ അമ്മയോട് ക്ഷമ വയ്ക്കും. ഓക്കെയാണ്. മാറിയ
നിങ്ങളെ ഹാർഡ് വർക്കിന് നിങ്ങൾ ചെയ്ത ജോലിക്കുള്ള കൂലിയാണ് ഈ TV പിടിച്ചേ. ഇതിനകത്ത് ഹോട്ട്സ്റ്റാർ യൂട്യൂബ് ഒന്നും കാണാൻ പറ്റും. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നു. ഒരിക്കലും സ്മാർട്ട് TV തരാൻ പോണു മച്ചാ. ഇഷ്ടപ്പെട്ടാ? ഇതിന് ഞാൻ ചെറിയൊരു നിന്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഞാൻ നിനക്ക് ഒരു സമ്മാനം കൊടുത്തത്. ഇപ്പം സന്തോഷമായി. സത്യം പറഞ്ഞാൽ എന്റെ ചങ്കൊന്ന് പെടഞ്ഞ്. ഇതിന് ഞാൻ വലിയൊരു സർപ്രൈസ്. ഇത് നിങ്ങളുടെ ലക്കായിട്ട് ഞാൻ കാണാൻ. അപ്പൊ സരിത നിങ്ങൾക്ക് കീഴിലെ സമ്മാനം സമ്മാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ഉത്സവമൊക്കെ കണ്ടിട്ട് വരുമ്പോ അമ്പലം പണിഞ്ഞിട്ട് ഉത്സവം ഉണ്ടാക്കുന്നതാ. ഓഹോ, കലാകാരനാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പൊ ശരിയാക്കാൻ ആള് വേണ്ട, ടിവിയും ഫ്രിഡ്ജും ഇവിടെ തന്നെ ആളുണ്ട്. ഇതിന്റെ കലാവർക്കാ. ഇതൊന്നും ഓണായി കാണണമല്ലോ. ആരാ ഇത്? ഇതൊന്നും ഓണായി കാണണമല്ലോ. നിന്റെ കഴിവൊന്ന് കാണിക്കേ. കത്തത്തില്ല, ഇതൊന്നും ചുമ്മാ കൊടുത്തിരിക്കുകയാണ്. എന്നാലും നിന്നെ സമ്മതിക്കണം. ഇതിനകത്തോട് കത്തിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. കത്തിക്കാതെ ഇതൊന്നും കത്തത്തില്ലേ. ഇവന് കത്തുന്ന രണ്ട് ലൈറ്റ് എടുത്തു കേട്ടാ. അത് കത്തുന്ന കുറച്ച് ലൈറ്റ്സ് ഇവിടെ സെറ്റ് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് കത്തട്ട്. ഭയങ്കര ക്രിയേറ്റിവിറ്റി, അടിപൊളി. എങ്ങനെയാണ് പറഞ്ഞ എന്ത് സംഭവം? ഓക്കെ, സ്റ്റീൽ ബോഡിയാ, പണിഞ്ഞു എടുത്താണല്ലേ. ഇവനൊക്കെ പോകുന്നുണ്ട്. നല്ല മസിലാ. ഓ, കൊച്ചു കള്ളൻ. ഓ, ബൈസെപ്സ് ഒക്കെ ഉണ്ട്. സൂപ്പറാ. ഇത് മസിലൊന്നും പിടിച്ചേ. എന്റെ മോൻ എന്തുവാടാ ഭയങ്കര ബുദ്ധിയാ. ഇതെന്ത് സംഭവം? ഇത് ഇവിടെ നിന്ന് വന്നിട്ട് അമ്പലത്തിന്റെ ഗ്രൗണ്ട്. ഇത് അമ്പലം സ്റ്റേജ്. അത് അമ്പലം, അമ്പലത്തിന്റെ ഫ്രണ്ട്. ഓക്കെ, ഉത്സവം നടക്കുന്ന സ്ഥലം. ഇതെന്തോ കൊടിയേറി അമ്പലത്തിൽ. ശരിയാ, കൊടുകൈ പൊളി, അടിപൊളി. ഓക്കെ, അപ്പോഴേ ഞാൻ വേറൊരു സർപ്രൈസ് കൂടെ തരാം. ഇനി തൊട്ട് നീ ചൂട് കൊണ്ട് കിടക്കണം. നിനക്ക് ഞാനൊരു ഫാൻ കൂടെ തരാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് ആ വീട്ടിലേക്കുള്ള നിന്റെ ഇവിടെ പഠിപ്പ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബുക്സ് അത് ഇത് ഇവളെ ഈ വട്ടത്തെ എല്ലാ പഠിപ്പിന്റെ കാര്യങ്ങളും മൊത്തം ഞാൻ നോക്കും. ഓക്കെ, മച്ചാന്റെ ഭാഗത്ത് ഇതിപ്പോ ഒരു TV കൊടുത്തിട്ട് പോവാന്ന് വെച്ചാൽ ഹാരിയ നടക്കത്തില്ല. ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് ഫിൽ എവരി ഹോം എന്നുള്ള കൺസെപ്റ്റിൽ ഇതുപോലുള്ള സ്പോൺസേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള പ്രൊഡക്ട്സ് എത്തിക്കാൻ സാധിക്കുന്നത്. സ്മാർട്ട് TV അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതിലെല്ലാം കാരണക്കാരായിട്ടുള്ള സരിത അനീഷുമാണ്. നിങ്ങളെപ്പോലെ മനസ്സുള്ളവരാണ് ഈ നാടിന് വേണ്ടത്. അപ്പൊ പുതുക്കി പണി പുത്ത വീഡിയോ ആയിട്ട് ഇതുപോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഞാൻ പ്രത്യക്ഷപ്പെടും. അപ്പോ സാധാരണക്കാരന്റെ വീഡിയോ ഇറക്കാൻ ഞാൻ ഉണ്ടാവും. അപ്പൊ ഡു ഫോളോ. പട്ടിയൊന്നും തുറന്നു വിടല്ലേ ഉണ്ട് കൂട്ടാവുന്നു. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്.